പീതാംബരം കരവിരാജിത ചക്രശംഖകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം ശ്രീ വാസുദേവമനിശം ഹൃദി ഭാവയാമി. നമ്രാണാം സന്നിധത്തെ സതതമഭിപുര തൈരനഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാനജസ്രം വിതരതി പരമാനന്ദസാന്ദ്രാം ഗതിം ച. ഇത്തം നിശേഷലഭ്യോ നിരവധിക ഫല പാരിജാതോ ഹരേത്വം ക്ഷുദ്രം തം ശക്രവാടീദ്രുമമഭിലഷതി വ്യർത്ഥമർത്ഥ്യവോ വ്രജോയം. ഓം ശ്രീ ഭട്ടപാദമനിശം ഹൃദി ഭാവയാമി. ഓം ശ്രീ കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. കമനീയ കിശോരമുഗ്ധമൂർത്തേ കളവേണുക്വണിതാദൃതാനനിന്ദോ മമ വാചി വിജൃംഭതാം മുരാരേർമധുരിംണ കണികാപി കാപി കാപി. നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവ ആശ്രയാമ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ്ഭാഗവതം പുരാണതിലകം യദ്വൈഷ്ണവാനാം ധനം യസ്മിൻ പാരമഹംസ്യമേവമമലം ജ്ഞാനം പരം ഗീയതേ. യത്ര ജ്ഞാനവിരാഗഭക്തിസഹിതം നൈഷ്കർമ്മ്യമാവിഷ്കൃതം തച്ഛൃണ്വൻ പ്രപഠൻ വിചാരണപരോ ഭക്തിയാ വിമുച്യേന്നര. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അത്യത്ഭുതമായ വാത്സല്യം കൊണ്ടാണ് ഈ 42ാമത് അഖില ഭാരത ഭാഗവത സത്രവേദിയിൽ ഈ തുടക്കത്തിൽ തന്നെ പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായത്. മാരംകുളങ്ങര ഭഗവതി ക്ഷേത്രസന്നിധിയിൽ നടക്കുന്ന പാർത്ഥ സാരഥി ക്ഷേത്രസന്നിധി നടക്കുന്ന ശ്രീമദ് ഭാഗവത സത്രം, അതിൻ്റെ മാഹാത്മ്യം പറയൽ ഇതാണ് ഉദ്ദേശം. ഈ കാണുന്നത് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഈ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഏറ്റവും വലിയ മാഹാത്മ്യം. എത്ര 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 തിരക്ക് വേണ്ടാന്ന് വെച്ചാണെങ്കിലും നമ്മൾ ഓരോരുത്തരും ശ്രീകൃഷ്ണന് വേണ്ടി ശ്രീഗുരുവായൂരപ്പന് വേണ്ടി ഒന്നിച്ചു ചേരുന്നു. ഇത് കാണിക്കുന്നതാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം. എന്നാൽ ശ്രീമദ് ഭാഗവത മാഹാത്മ്യം ഭഗവാൻ വേദവ്യാസ മഹർഷി ആവട്ടെ 2 വ്യത്യസ്തമായ പുരാണത്തിൽ പറയുന്നുണ്ട്. ഒന്ന് പത്മപുരാണത്തിൽ, മറ്റൊന്ന് സ്കന്ദപുരാണത്തിൽ. പത്മപുരാണത്തിൽ പറയുന്നത് ഭക്തി അത് എവിടെയാണോ ശോഭിക്കുന്നത് അതിനോടൊപ്പം ഭക്തിയുടെ നിലനിൽപ്പിനാവശ്യമായ ജ്ഞാന വൈരാഗ്യങ്ങൾ പ്രത്യേകിച്ച് അധിക പ്രയത്നമില്ലാതെ ഒരാളിൽ ശോഭിക്കണു, അദ്ദേഹത്തിന് മനസ്സിലാക്കാനാവും എന്ന് തന്നെയാണ്. അതാവട്ടെ ഒരു കഥാരൂപത്തിലാണ് വർണ്ണിക്കുക. ശ്രീകൃഷ്ണ ഭഗവാൻ ഭാഗവത സ്വരൂപിയായതിനു ശേഷം നാരദ മഹർഷി ലോകത്തിൽ പല ഭാഗത്തും അന്വേഷിക്കണു. ഇന്ന് കൃഷ്ണൻ നടപ്പിലാക്കിയ ധർമ്മത്തിന് എത്രയ്ക്ക് മാത്രം ച്യുതി ഉണ്ടായിട്ടുണ്ട്, എത്രയ്ക്ക് മാത്രം നാശം ഉണ്ടായിട്ടുണ്ട്, എത്രയ്ക്ക് മാത്രം അത് ശോഭയുള്ള രീതിയിലാണുള്ളത്. എന്നാൽ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത് ഭഗവാന്റെ ശ്രീമദ് ഭാഗവതത്തിലേക്കുള്ള മറഞ്ഞിരിക്കൽ കഴിഞ്ഞ് ഏതാനും വർഷമാകുമ്പോഴേക്കും തന്നെ ഭാഗവത ധർമ്മത്തോടൊട്ടും താല്പര്യമില്ലാതെ ജീവിക്കുന്ന എത്രയോ 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 ആയിരക്കണക്കിന് ജനങ്ങൾ. അദ്ദേഹത്തിനുണ്ടായ ദുഃഖം, അദ്ദേഹം വൃന്ദാവനത്തിലെത്തുമ്പോഴാണ് അത്യന്തം
ആശ്ചര്യമുണ്ടാക്കുന്ന ഒരു കാഴ്ച അദ്ദേഹത്തെ കാണാൻ സാധിക്കും. ഏതാണ്ട് 10-18 വയസ്സിൻ്റെ മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു യുവതി തൊട്ട് അങ്ങേപ്പുറത്ത് 2 വശത്ത് കിടക്കുന്ന പടുകിഴവന്മാരെ മക്കളെ എന്ന് അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് മറ്റൊരു ചിന്ത, ലോകത്തിൽ കാണാൻ പറ്റാത്തൊരു കാര്യമില്ലേ ഇത്. വയസ്സധികമുള്ള അമ്മ, അത്രയ്ക്ക് വയസ്സാകാത്ത മക്കള്, ഇതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. എന്നാൽ ഇന്നോ മക്കൾക്ക് പടുകിഴവന്മാര്, അമ്മയ്ക്കാണെങ്കിലോ വളരെയധികം യൗവനം. വളരെ അത്ഭുതം തോന്നിയ നാരദ മഹർഷി ആരാണ് എന്ന് ചോദിക്കുമ്പോഴാണ് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ആ യുവതി പറയുന്നു, ഞാൻ ശ്രീകൃഷ്ണ പാദഭക്തിയാണ് എന്ന്. തൻ്റെ 2 വശത്തുമായി കിടക്കുന്നത് ജ്ഞാന വൈരാഗ്യങ്ങൾ തൻ്റെ മക്കൾ എന്ന് പരിചയപ്പെടുത്തും. തുടർന്ന് എങ്ങനെയാണ് ഈ ബുദ്ധിമുട്ടുണ്ടായത് എന്ന് വിസ്തരിക്കുന്നുണ്ട്. ശ്രീമദ് ഭാഗവത മഹാത്മ്യത്തിൽ പറയുന്നു, ദ്രാവിഡ ദേശത്ത് ഈ ഭക്തി ആവിർഭവിച്ചത്, കർണാടക ദേശത്തിലെത്തുമ്പോൾ അഭിവൃദ്ധി ഉണ്ടായത്, ഗുർജര ദേശത്തെത്തുമ്പോൾ അതിന് നാശം ഉണ്ടായത്. ചോദ്യം ഉണ്ടായി, എങ്ങനെയാണ് നാശം ഉണ്ടായത്? നാരദ മഹർഷി തന്നെ പറഞ്ഞു കൊടുക്കുന്നു, എന്ത്? ഗ്രാഹകാഭാവാൽ. എത്ര ജനങ്ങളാണോ ഇന്ന് ഭക്തിയെ സ്വീകരിക്കാൻ തയ്യാറായത്, ജ്ഞാനത്തെ സ്വീകരിക്കാൻ തയ്യാറാകുന്നത്, വൈരാഗ്യത്തെ സ്വീകരിക്കാൻ തയ്യാറാകുന്നത്, അതിനനുസരിച്ചാണ് ഈ ഭക്തിക്കായാലും ജ്ഞാനത്തിനായാലും വൈരാഗ്യത്തിനായാലും പുഷ്ടി ഉണ്ടാകുന്നത്, യൗവനം ഉണ്ടാകുന്നത്. എന്നാൽ ഭക്തി വൃന്ദാവനത്തിലെത്തിയപ്പോൾ അവ എത്ര വ്രജവാസികൾ, ശ്രീകൃഷ്ണ ഭഗവാനെ ഓർത്ത് ജീവിക്കുന്നവര്, അതോടുകൂടി ഭക്തിക്ക് ആ നഷ്ടപ്പെട്ട യൗവനാവസ്ഥ സ്വീകരിക്കാൻ ഭാഗ്യം ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ഈ വൈരാഗ്യത്തിന് അതുപോലെ ജ്ഞാനത്തിന് ആ നഷ്ടപ്പെട്ട ആരോഗ്യം സ്വീകരിക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ ആലോചിക്കണം, ഇന്ന് നമുക്ക് ജ്ഞാനം സ്വീകരിക്കാൻ അഥവാ വൈരാഗ്യം സ്വീകരിക്കാൻ എത്രയ്ക്ക് മാത്രം ആഗ്രഹമുണ്ട്. ചിന്തിച്ചാൽ അനേകം ആൾക്കാർ, ജ്ഞാനം പകർന്നു തരുന്നവര് ചുറ്റുപാടുമുണ്ട്. വ്യത്യസ്തങ്ങളായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പകർന്നു തരാൻ തയ്യാറായവര്. എന്നാൽ അത് സ്വീകരിക്കാനോ അങ്കുലി പരിമിതം, അത്രയ്ക്ക് മാത്രം ആൾക്കാർ. എന്താ കാരണം? ജ്ഞാനം അത് എത്രയ്ക്ക് നമ്മളിൽ ശോഭിക്കണം, അതിനനുസരിച്ച് വൈരാഗ്യം ഉപേക്ഷിക്കാനുള്ള കഴിവും നമുക്ക് ആവശ്യമാണ്. എങ്കിൽ ഇന്നിപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തുപേക്ഷിക്കാനാണ് കഴിവുള്ളത്? ഇത് സാധാരണക്കാരൻ്റെ ഇന്നത്തെ വളരെ വലിയൊരു പരിമിതിയാണ്. ഇത് മനസ്സിലാക്കിയിട്ടാണ് നാരദ മഹർഷി തുറന്നു പറയുന്നു, ഞാൻ ജ്ഞാനത്തിനും ഈ വൈരാഗ്യത്തിനും നഷ്ടപ്പെട്ട ആരോഗ്യം നേടിത്തരാൻ ശ്രമിക്കാമെന്ന്. അങ്ങനെ അദ്ദേഹത്തിന് അറിയുന്ന വേദഘോഷം അദ്ദേഹം ചെയ്യുന്നുണ്ട്. എന്ത്? ജ്ഞാനം, അറിവ്, അത് വേദം എന്ന രൂപത്തിലാണല്ലോ ആദ്യമായിട്ട് ആവിർഭവിച്ചത്. അതോടുകൂടി ഒരു കാര്യം ഉറപ്പായി നാരദ മഹർഷിക്ക്, ജ്ഞാനത്തിൻ്റെ മുഴുവനായിട്ടുള്ള മരണം പൂർത്തിയായിട്ടില്ല. എന്ത്? ഇടതുവശത്തേക്ക് കഴുത്ത് വെച്ച് കിടന്നിരുന്നത് ഒന്ന് മാറി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈരാഗ്യം ഉണ്ടായത്. അദ്ദേഹം തുടർന്ന് അവിടെ നിന്ന് ഓടിപ്പോണു. ഭഗവാൻ ശ്രീകൃഷ്ണനാവട്ടെ തൻ്റെ ഭക്തനായ ആ ഋഷിക്കുണ്ടായ ബുദ്ധിമുട്ട് സ്വീകരിച്ച് അദ്ദേഹത്തോട് പറയണു, അങ്ങ് സൽക്കർമ്മ സ്വരഋഷേത്വം സമാചര, അങ്ങ് സൽക്കർമ്മം ചെയ്യൂ എന്നത്. അത്രയുമായപ്പോൾ മഹർഷി അത്ഭുതത്തോടുകൂടി ചിന്തിക്കുന്നു, ജ്ഞാനത്തിൻ്റെ ഉണർവിനെ താൻ വേദം ഘോഷം ചെയ്തത് മാത്രമല്ല, ഈ വേദത്തിലും അതുപോലെ തന്നെ ഇതിഹാസങ്ങളിലും എല്ലാം പറഞ്ഞ തത്വത്തെ ഈ ശ്രീകൃഷ്ണൻ ഗീത എന്ന് പറയുന്ന അത്യത്ഭുതമായ രീതിയിൽ ഉപദേശിച്ചിട്ടുണ്ട്. അത് താൻ ഗീതാപാഠേർ മുഹുർമുഹു അനേകം തവണ ചൊല്ലിയിട്ടുണ്ട്. ഇതൊന്നും തന്നെ ജ്ഞാനത്തിൻ്റെ ഉണർവിനോ വൈരാഗ്യത്തിൻ്റെ ഉണർവിനോ നല്ല കാര്യമായില്ല എങ്കിൽ ഇനി എന്തൊന്നാണ് ചെയ്യേണ്ടത്? അതിനനുസരിച്ച് അന്നത്തെ അതികേമന്മാരായ ഋഷി ഈശ്വരന്മാരുടെ ആശ്രമത്തിലേക്ക് അദ്ദേഹം എത്തുന്നുണ്ട്. അവിടെ നിന്ന് ഒരാൾക്കും ഉത്തരം പറയാനായില്ല. ആ സന്ദർഭത്തിലാണ് ഹരിദ്വാരത്തിൽ വെച്ച് 4 ഭാഗവതാചാര്യന്മാർ സനൽകുമാര മഹർഷീശ്വരന്മാരെ കാണാൻ അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായി. അവര് അങ്ങോട്ട് ചോദിക്കണു, മഹർഷേ, എല്ലാ സന്ദർഭത്തിലും ചിരിക്കുന്ന മുഖം അങ്ങയുടെ പ്രത്യേകത, എന്നാൽ ഇന്ന് എന്തുകൊണ്ട് അങ്ങയ്ക്ക് ദുഃഖമുള്ള മുഖമുണ്ടായത്?
അപ്പോഴാണ് വളരെ എളുപ്പത്തിൽ ഈ ഭക്തിയുടെ, ജ്ഞാനത്തിൻ്റെ, വൈരാഗ്യത്തിൻ്റെ എല്ലാ കഥയും അദ്ദേഹം പറഞ്ഞത്. ആ സന്ദർഭത്തിൽ സനൽകുമാർ മഹർഷീശ്വരന്മാർ പറയുന്നു, എങ്കിൽ അങ്ങ് എന്തുകൊണ്ട് ഈ ജ്ഞാനത്തിൻ്റെ ഉണർവിന്, ഈ വൈരാഗ്യത്തിൻ്റെ ഉണർവിന് ശ്രീമദ് ഭാഗവതം എന്ന ശാസ്ത്രം ഉപയോഗിച്ചില്ല? അത് പറയുമ്പോൾ നാരദ മഹർഷി പറയുന്നുണ്ട്, എന്താണ് ശ്രീമദ് ഭാഗവതം? വേദം എന്ന കൽപ്പവൃക്ഷത്തിൽ നിന്ന് ആവിർഭവിച്ചത്. അതുകൊണ്ട് അനേകം ഫലങ്ങൾ ഉണ്ടായതിൽ ഒന്ന് ശ്രീമദ് ഭാഗവതം. എങ്കിൽ ആ മൂലസ്വരൂപം വേദം മുഴുവനായിട്ട് താൻ സ്വീകരിച്ചില്ലേ? അതുകൊണ്ട് വേദത്തിന് ഈ ജ്ഞാനത്തിന് ഉണർവുണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ളതിനാൽ വേദത്തിൽ നിന്ന് പുറത്തു വന്ന ശ്രീമദ് ഭാഗവതത്തിന് ഈ ജ്ഞാനത്തിൽ എങ്ങനെയാണ് ഉണർവുണ്ടാക്കാൻ സാധിക്കുക? എങ്ങനെയാണ് ഈ വൈരാഗ്യത്തിന് ഉണർവുണ്ടാക്കാൻ സാധിക്കുക? ആ ചോദ്യത്തിന് അതിവിശിഷ്ടമായൊരു മറുപടി സനൽകുമാര മഹർഷീശ്വരന്മാർ പറയുന്നുണ്ട്. നമ്മൾ ഇന്ന് സ്വീകരിക്കുന്ന ഒന്നാണ് ഈ ശർക്കര. ശർക്കര സംസ്കൃതത്തിൽ പറഞ്ഞാൽ അതിന് പഞ്ചസാര എന്നർത്ഥമുണ്ട്. മലയാളത്തിൽ പറഞ്ഞൊരു അച്ചുവല്ലമെന്നും പറയാം. ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? കരിമ്പ് ആട്ടിയെടുത്താണ് ഉണ്ടാകുന്നത്. ഈ കരിമ്പിൻ്റെ ആമൂലാഗ്രം രസസ്ഥിഷ്ഠന്നാസ്തേ, അതിൻ്റെ കുനുന്ത് മുതൽക്ക് അതിൻ്റെ അടിവരെ ആ മധുരരസം വ്യാപിച്ചു കിടക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ഈ ശർക്കരയ്ക്ക് പകരമായിട്ട് നമ്മൾ ആരെങ്കിലും കരിമ്പ് ഉപയോഗിക്കാറുണ്ടോ? 5 കിലോ കരിമ്പ് ആട്ടിയെടുത്താണ് 1 കിലോ ശർക്കര ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കി തുടർന്ന് അടുത്ത ദിവസം ഭഗവതിക്ക് ഒരു പൂജ കഴിക്കാൻ തയ്യാറായ ഒരാൾ 1 കിലോ ശർക്കരയാണ് ഉപയോഗിക്കാറുള്ളത് എങ്കിൽ അതിന് പകരം 5 കിലോ കരിമ്പ് ഉപയോഗിക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ച് പായസം ഉണ്ടാക്കിയാൽ അത് ഭഗവതിക്ക് സമർപ്പിക്കാൻ പറ്റില്ല. പിന്നെ എന്തുണ്ടാവും? പ്രത്യക്ഷ ഗണപതി ഹോമം ഉണ്ടായെങ്കിൽ ആനയ്ക്ക് കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ കരിമ്പിൽ നിന്നല്ലേ ശർക്കര ഉണ്ടായത്. പക്ഷെ എന്നാൽ കരിമ്പിന് പകരമായിട്ട് ശർക്കര പറ്റില്ല, ശർക്കരയ്ക്ക് പകരമായിട്ട് കരിമ്പും പറ്റില്ല. ഓരോ വസ്തുവിൽ നിന്നും ഉണ്ടാക്കുന്ന പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾക്ക് അതിൻ്റെ സംസ്കാരം ചെയ്യുന്ന സന്ദർഭത്തിൽ അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ വേദം എന്ന് പറയുന്ന കൽപ്പവൃക്ഷത്തിൽ നിന്ന് ആവിർഭവിച്ച ശ്രീമദ് ഭാഗവതം, അതിൻ്റെ പ്രത്യേകത ജ്ഞാനത്തെയും ഭക്തിയെയും വൈരാഗ്യത്തെയും അത് കേൾക്കുന്നവരിൽ സ്വയമേവ ഉണ്ടാക്കാൻ കഴിവുണ്ട് എന്ന് തന്നെയാണ്. അതുമാത്രമല്ല, നാരദ മഹർഷി അങ്ങല്ലേ എന്ത് ചെയ്യണം എന്നറിയാതെ വളരെ ബുദ്ധിമുട്ടിയ ആ വേദവ്യാസ മഹർഷിക്ക് ഈ ശ്രീമദ് ഭാഗവതം ഉപദേശിച്ച് അദ്ദേഹത്തിൻ്റെ എല്ലാ ദുഃഖത്തിൽ നിന്നും ആത്യന്തികമായ രക്ഷ നൽകിയത്. അതുകൊണ്ട് അങ്ങേക്ക് എന്തുകൊണ്ട് ഈ ജ്ഞാനത്തിൻ്റെ വൈരാഗ്യത്തിൻ്റെ ഉണർവിന് ശ്രീമദ് ഭാഗവതം ഉപയോഗിക്കണമെന്ന തോന്നലുണ്ടായില്ല? എങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെയാവാം. അത് പറഞ്ഞ് ആ ഗംഗാ നദീ തീരത്ത് വെച്ച് സനൽകുമാര മഹർഷീശ്വരന്മാര് 4 പേര് ആചാര്യന്മാരായി. തുടർന്ന് ശ്രീനാരദ മഹർഷി പ്രധാന ശ്രോതാവായി ഒരു സപ്താഹം ആരംഭിക്കാൻ തയ്യാറാവും. അപ്പോഴാണ് ശ്രീമദ് ഭാഗവത പ്രിയനായ ശ്രീകൃഷ്ണൻ നമ്മുടെ ശ്രീഗുരുവായൂരപ്പൻ തീരുമാനിച്ചത്. വക്താക്കൾ 4 പേര്, ഒരാൾ ശ്രോതാവ്. അതല്ല വേണ്ടത്. എന്ത്? ഒന്നിൻ്റെ വലതുവശത്ത് 1 പൂജ്യട്ടാൽ 10, അങ്ങേപ്പുറത്ത് അടുത്ത പൂജ്യട്ടാൽ 100. അങ്ങനെയാണെങ്കിൽ ഈ വക്താക്കൾക്ക് 10 പേരോട് പറയാനും 100 പേരോട് പറയാനും അത് അധികരിച്ച് 1000 പേരോട് പറയാനും ഒരേ പ്രയത്നം. എത്രയ്ക്ക് അധികം ആൾക്കാർക്ക് ശ്രീമദ് ഭാഗവതം കേൾക്കാൻ സാധിക്കുന്നുണ്ടോ അവർക്ക് ആത്യന്തികമായ ദുഃഖവിമോചനം സാധിക്കും. ഇത് മനസ്സിലാക്കിയ ഭഗവാനാണ് പ്രൗഢമായൊരു സദസ്സ് രൂപപ്പെടുത്തി കൊടുക്കുന്നത്. തുടർന്ന് ആ സപ്താഹത്തിൻ്റെ മാഹാത്മ്യം 7 പകലായി നടക്കുന്ന ശ്രീമദ് ഭാഗവത സബരിയ, അതിൻ്റെ മാഹാത്മ്യം പറയാവുന്നതാകുമ്പോഴാണ് ഇന്ന് നമ്മൾ ഇവിടെ കാണുന്ന സദസ്സ്. അതിൻ്റെ നടുവിലൂടെ വരാൻ ഒരു വഴിയുണ്ടല്ലോ. അന്ന് ആ വലിയൊരു സദസ്സ് രൂപപ്പെട്ടപ്പോഴും ഇതേപോലെ നടുവിലൊരു വഴിയുണ്ട്, അത് സങ്കല്പിക്കാം. അതിൻ്റെ അകലെയായിട്ട് വളരെ കോമനത്വമുള്ള 2 ഉണ്ണികളുടെ കൈപിടിച്ചുകൊണ്ട് അതിസുന്ദരിയായ ഒരു അമ്മ പ്രത്യക്ഷപ്പെട്ടത് സനൽകുമാര മഹർഷീശ്വരന്മാര് കാണുന്നു. അടുത്തേക്ക് വന്നപ്പോൾ ആ കാഴ്ച ശ്രീനാരദ മഹർഷിക്ക് കാണാൻ സാധിച്ചു. അന്ന് അദ്ദേഹത്തിനുണ്ടായ സന്തോഷം
ഏത് ജ്ഞാനത്തിൻ്റെ ഉണർവിനാണോ, ഏത് വൈരാഗ്യത്തിൻ്റെ ഉണർവിനാണോ താൻ ഇക്കണ്ട പ്രയത്നം മുഴുവൻ ചെയ്തത്, ഇന്ന് ആ ജ്ഞാനത്തിന്, ആ വൈരാഗ്യത്തിന് എത്രയ്ക്ക് മാത്രം പൂർണ്ണമായ യൗവനാവസ്ഥ സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇന്ന് ഈ ഇരിക്കുന്ന ശ്രോതാക്കൾക്ക് ഈ ഉണ്ണികളെ ഒന്ന് സ്പർശിക്കാൻ, ഒന്ന് താലോലിക്കാൻ, ഒന്ന് ലാളിക്കാൻ ഒരു അനുമതി കൊടുത്താൽ, ഞാൻ മുമ്പേ എന്നും പറഞ്ഞ് ഇവരോരോരുത്തരെയും ജ്ഞാനത്തെ സ്വീകരിക്കലുണ്ടാവില്ലേ, വൈരാഗ്യത്തെ സ്വീകരിക്കലുണ്ടാവില്ലേ? അത്യത്ഭുതം എന്ന തോന്നൽ നാരദ മഹർഷിക്ക് ഉണ്ടാവുന്നുണ്ട്. അതോടുകൂടി ഇത് മനസ്സിലാക്കിയ സനൽകുമാര മഹർഷീശ്വരന്മാര് ആ അമ്മയെ, ഭക്തി എന്ന അമ്മയെ സ്വാഗതം ചെയ്തുകൊണ്ട് പറയുന്നു, ഇനി എല്ലാവരും കാണച്ചല് ഇങ്ങനെ സഞ്ചരിക്കേണ്ട. ആരെല്ലാമാണോ ശ്രീമദ് ഭാഗവത ശ്രവണത്തിന്, ശ്രീമദ് ഭാഗവതം കേൾക്കുന്നതിന് തയ്യാറായി വരുന്നത്, അവരുടെ മനസ്സിലേക്ക് ഈ അമ്മയ്ക്ക്, ഈ ഭക്തിക്ക് പ്രവേശിക്കാം. മാത്രമല്ല, എവിടെയാണോ അമ്മയുള്ളത് അവിടെയാണല്ലോ മക്കളുണ്ടാവുക. അതുകൊണ്ട് ആ അമ്മ ഭക്തി ശോഭിച്ച ഹൃദയത്തിൽ ജ്ഞാനത്തിനും വൈരാഗ്യത്തിനും ഒരു പ്രയാസമില്ലാതെ സ്ഥാനം പിടിക്കാനും സാധിക്കുന്നു. അങ്ങനെ ആ സനൽകുമാര മഹർഷീശ്വരന്മാരുടെ അനുഗ്രഹം അഥവാ അനുമതി കൂടി സ്വീകരിച്ചാണ് ഭാഗവത ശ്രോതാക്കളുടെ മനസ്സിലേക്ക് ഭക്തി, ജ്ഞാന, വൈരാഗ്യം അന്ന് പ്രവേശിച്ചിട്ടുള്ളത്. ഈ കഥാഭാഗ്യത്തിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇന്ന് ഒരാൾക്കും അധികം താല്പര്യമില്ലാത്ത ഒന്നാണ് ജ്ഞാനം സമ്പാദിക്കൽ. ഞാൻ ആര് എന്ന അന്വേഷണത്തിന് ഉത്തരമായിട്ട് ഋഷി പരമ്പരകൾ നമുക്ക് പറഞ്ഞു തന്ന അനേകം ജ്ഞാനഗ്രന്ഥങ്ങൾ, അത് പഠിക്കൽ ആർക്കും താല്പര്യമില്ല. 2, വൈരാഗ്യം, ഉപേക്ഷിക്കാനുള്ള കഴിവ് നമുക്കുണ്ടോ? ആലോചിച്ചാൽ അതിനുത്തരം ഇല്ല എന്ന് തന്നെയാണ്. പക്ഷേ കൃഷ്ണനോട് ഒരു കാരണവും ഇല്ലാത്തൊരു പ്രേമം നമ്മളിൽ ഉണ്ടായാൽ, ശ്രീഗുരുവായൂരപ്പനോട് ഒരു കാരണവും ഇല്ലാത്തൊരു ഇഷ്ടം നമുക്ക് കണ്ടെത്താനായാൽ, അതിനാണ് ഋഷി പരമ്പരകൾ ഭക്തി എന്ന് പറയുന്നത്. ആ ഭക്തി, ആ അമ്മ നമ്മളിലേക്ക് പ്രവേശിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ സായം സന്ധ്യയിൽ ഈ ശ്രീമദ് ഭാഗവത സത്ര സമിതിയുടെ ഉദ്ഘാടന സഭയിൽ മറ്റെല്ലാ തിരക്കുകളും വേണ്ടാന്ന് വെച്ച ഇത്രയ്ക്ക് നൂറുകണക്കിന് ശ്രോതാക്കൾ ഒന്നിച്ചു ചേർന്നത്. ഇവർക്ക് ഇവരുടേതായ തിരക്കുണ്ട്. പക്ഷേ ഭാഗവതത്തിനു വേണ്ടി, ആ ഭക്തി രസം സ്വീകരിക്കുന്നതിന് വേണ്ടി വന്നപ്പോൾ ഉപേക്ഷിക്കൽ എന്നത് ഒരു പ്രയാസമില്ലാതെ നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതം ശ്രാവ്യം, ശ്രീമദ് ഭാഗവതം അത് കേൾക്കല്, അതുവഴി ശ്രീഗുരുവായൂരപ്പനോട് ഉന്നതമായ പ്രേമം കണ്ടെത്തല്, ആ ഭക്തിയുടെ നിലനിൽപ്പിന് ആവശ്യമായ ജ്ഞാനം. ഞാൻ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം ഞാനാരാ? നമുക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കണ്ണാടിക്ക് മുമ്പിൽ നിന്നാൽ കാണുന്ന ശരീരമാണ് എന്ന തോന്നൽ, അത് വേണ്ടാന്ന് വെച്ച് നീ ദുഃഖിക്കേണ്ടവനല്ല, ഞാൻ ശ്രീഗുരുവായൂരപ്പൻ്റേത് മാത്രമാണ് എന്ന ഭാവത്തിലേക്ക് ആ ചിന്തയിൽ ഔന്നത്യമുണ്ടാക്കി തരാൻ ശ്രീമദ് ഭാഗവത കഥാശ്രവണം നമ്മളെ എല്ലാവരെയും സഹായിക്കുന്നുണ്ട്. അതിന് നമ്മൾ എന്തെല്ലാമാണോ ഉപേക്ഷിക്കേണ്ടത് അത് പ്രസംഗിക്കുകയല്ല, പ്രവൃത്തിയിൽ അനുഭവിപ്പിക്കണു. ഈ ശ്രീമദ് ഭാഗവത കഥാശ്രവണം വഴി ഭഗവാൻ കൃഷ്ണൻ നമുക്ക് നൽകുന്ന അദ്ദേഹത്തോടുള്ള പ്രേമഭാവം. ഇതാണ് ഇന്ന് ഈ ശ്രീമദ് ഭാഗവത മഹാത്മ്യമായിട്ട് പത്മപുരാണത്തിൽ ഉള്ളത്. തുടർന്ന് വായിച്ച മൂന്നധ്യായത്തില് ഭാഗവത സപ്താഹത്തിൻ്റെ കാര്യമാണ് വിസ്തരിക്കല്. അതിൽ ഒരേ ഒരു കാര്യം മാത്രം ഓർമ്മ വയ്ക്കാം. അതെന്ത്? കേട്ട കഥ ഓർമ്മിക്കല്, അതാണ് മനനം ചെയ്യൽ. ആ മനനം ചെയ്തത് കൊണ്ടാണ് അന്ന് ധുന്ധുളിക്ക് പ്രേതാവസ്ഥയിൽ നിന്ന് മാറി ശ്രീഗുരുവായൂരപ്പൻ്റെ ഭാവത്തിലേക്ക് വൈഷ്ണവാകാരം സ്വീകരിക്കാൻ സാധിച്ചത്. അങ്ങനെയാകുമ്പോൾ നാളെ രാവിലെ ആരംഭിക്കുന്ന ശ്രീമദ് ഭാഗവത പ്രഭാഷണങ്ങൾ ശ്രോതാക്കൾ എങ്ങനെയാ കേൾക്കേണ്ടത്? ഓർത്തെടുക്കാൻ പാകത്തില് കേൾക്കുന്നത് ശീലിക്കണം. മനുഷ്യബുദ്ധിക്ക് 100 ആശയങ്ങൾ കേട്ടുകഴിഞ്ഞാൽ പരമാവധി ഒരു 20-25 ആശയങ്ങൾ മാത്രമേ ഓർക്കാൻ സാധിക്കുള്ളൂ. ഇതുകൊണ്ടാണ് ഭാഗവത മഹാത്മ്യത്തിൽ പറയും,
എല്ലാ സന്ദർഭത്തിലും ഭാഗവതം കേൾക്കണമെന്നത്. എന്ത്? അപ്പോഴാണ് വീണ്ടും 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 ഈ ആശയങ്ങൾ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കൽ. അതുകൊണ്ട് നാളെ മുതൽ ആരംഭിക്കുന്ന ഓരോ ഭാഗവത പ്രഭാഷണത്തിലും പങ്കെടുക്കുന്ന ശ്രോതാക്കൾ, പ്രത്യേകിച്ച് ഇവിടെ അങ്ങനെ വന്ന് പങ്കെടുക്കുന്നവര്, അതല്ലാതെ ഓൺലൈനായിട്ട് കേൾക്കുന്നവര് ഓർമ്മ വെക്കേണ്ടത്, ചിന്തിച്ചെടുക്കാൻ പാകത്തിന് അതീവ ശ്രദ്ധയോടുകൂടി അനുഭവിച്ച് ഈ കഥകൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം എന്ന് തന്നെയാണ്. അങ്ങനെ കൃഷ്ണന്റെ കഥകൾ കേട്ടത് നമുക്ക് ആലോചിക്കാൻ സാധിക്കുമ്പോഴാണ് ആ ഭഗവാനോടുള്ള ഉന്നതമായ പ്രേമാവസ്ഥ പതുക്കെ പതുക്കെ നമ്മളിൽ ആരംഭിക്കൽ. അതുകൊണ്ട് ഇതാണ് മനനത്തിൻ്റെ ആവശ്യകത. അതുകൂടി പറഞ്ഞാണ് പത്മപുരാണത്തിലുള്ള 6 അധ്യായം അവസാനിക്കൽ. ഇതോടുകൂടി ഈ ഭാഗവത മഹാത്മ്യം ഇവിടെ പൂർത്തിയാവുന്നു. ഇവിടെ വരാൻ തുടർന്ന് ശ്രീമദ് ഭാഗവതത്തിൻ്റെ പ്രഭാവമായിട്ട് അനേകം സജ്ജനങ്ങളെ കാണാൻ, ഒപ്പം തന്നെ ഇവിടെ അങ്ങനെ മാരംകുളങ്ങനെ ഭഗവതിയെ തൊഴുകാൻ എല്ലാം എനിക്ക് സാധിച്ചത് ശ്രീമദ് ഭാഗവതത്തോട് ഗുരുവായൂരപ്പൻ കാണിച്ച ഉന്നതമായ വാത്സല്യമാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് എന്തെല്ലാമാണോ ശ്രോതാക്കൾക്ക് കുറഞ്ഞൊന്ന് പറഞ്ഞു തരാനായത്, ഒരു 15 മിനിറ്റ് കൊണ്ട് പറയാനായത്, അതെല്ലാം തന്നെ ആ വലിയ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയായി വന്നതുകൊണ്ട് എനിക്ക് സാധിച്ചത് എന്ന് ഓർത്തുകൊണ്ട് ശ്രീ ഗുരുവായൂരപ്പൻ്റെ പൊന്നുപാദങ്ങളിൽ ഈ 42ാമത് ഭാഗവത സത്രത്തിൻ്റെ മഹാത്മ്യം സമർപ്പിക്കട്ടെ. മാത്രമല്ല ഗുരുവായൂരപ്പനുള്ള പ്രാർത്ഥന, ഈ നോട്ടീസിൽ ആരുടെ എല്ലാ പേരാണോ പ്രിന്റ് ചെയ്ത് വന്നത് ആ ഭാഗവത ആചാര്യന്മാരുടെ മുഖത്ത് നിന്ന് ഈ ഭാഗവത കഥ കേൾക്കാൻ, അതുവഴി കൃഷ്ണനിൽ ശ്രീ ഗുരുവായൂരപ്പൻ ഉന്നതമായ പ്രേമഭാവം വളർത്താൻ നമുക്ക് ഏതൊരാൾക്കും സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കട്ടെ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭൂമൻ കായേന വാചാ മുഹുരപി മനസാ ത്വൽബല പ്രേരിതാത്മാ യദ്യൽ കുർവേ സമസ്തം തദിഹ പരതരേ ത്വയ്യ സമർപ്പയാമി. ശ്രീകൃഷ്ണാർപ്പണമസ്തു.